ആപ്കി അദാലത്തിൽ ആത്മീയ ഗുരുവായ ശ്രീ ശ്രീ രവിശങ്കറിന് മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വിവാദത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാറുണ്ട്. മലാല യൂസഫിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ താങ്കൾ പറഞ്ഞു അതിനുള്ള യോഗ്യത അവർക്കില്ലെന്ന്. ചില സമയങ്ങളിൽ കൈക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറഞ്ഞേ മതിയാവും. അത് നല്ല ഉച്ചത്തിൽ പറയേണ്ടി വരും. അവർക്കതിനുള്ള യോഗ്യതയില്ലെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അവരെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞു. ആരാണോ നിഷ്ക്രിയരായി ഇരിക്കുന്നത്, ഒരു 16 വയസ്സുള്ള കുട്ടി എന്താണ് ചെയ്തത്? അവൾക്കൊന്നും തന്നെ അറിയില്ല. അപ്പോ അവർക്ക് സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഗെയിം മാത്രമാണ്, അതല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ലോക സമാധാനത്തിന് വേണ്ടി താങ്കൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് നോബൽ സമ്മാനം കിട്ടേണ്ടതല്ലേ? അത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരിക്കലും നേട്ടങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളല്ല. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും ആ ബഹുമതി കിട്ടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് താങ്കളുടെ കണ്ടിരുന്നു. അതിൽ താങ്കൾ പറയുന്നു മഹാരാഷ്ട്രയിൽ കൃഷിക്കാര് സൂയിസൈഡ് ചെയ്യാൻ കാരണം അവർക്ക് ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ശരിയാണ് പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് പല ചർച്ചകളും നടന്നു. പല മുതിർന്ന നേതാക്കന്മാരും പറഞ്ഞു ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതൊരു വാസ്തവമല്ലേ? ഞങ്ങൾ 518 ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് വിഗർഭ ഗ്രാമത്തിൽ ഞങ്ങളുടെ ആളുകൾ പോയി വീടുകൾ തോറും കയറി ഇറങ്ങി കൃഷിയെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. പിന്നെ അതാണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാത്തിനെപ്പറ്റിയും പ്രാക്ടിക്കലായി നോക്കിക്കൊണ്ട്, അതായത് ഞങ്ങൾ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുക്കാറില്ല. എല്ലാത്തിനെപ്പറ്റിയും അന്വേഷിച്ച് മാത്രമേ ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുള്ളൂ. ഞങ്ങൾ അവിടെ വളരെ ആഴത്തിൽ അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് കൊടുത്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണോ താങ്കൾ പറയുന്നത് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നക്സൽവാദികളായിട്ട് മാറുന്നെന്ന്? ഇത് മീഡിയയുടെ ഒരു വികൃതിയാണെന്ന് ഞാൻ പറയും. എൻ്റെ അമ്മ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. എങ്ങനെയാണ് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരൊക്കെ നക്സലാവുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക? അതിന് കപിൽ സിബിൽ പറഞ്ഞു ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, പക്ഷെ ഞാൻ നക്സലൈറ്റ് ആയില്ലല്ലോ. സത്യം തന്നെയാണ്. ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും അങ്ങനെ നക്സലൊന്നും ആവില്ലല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി പറഞ്ഞത് എന്താണെന്നാൽ, പ്രൈവറ്റ് സ്കൂളുകളിൽ മോറൽ എഡ്യൂക്കേഷൻ ഒരുപാട് അധികമാണ്. അത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നക്സലേറ്റുകളെ പറ്റി ഒരു അറിവ് നൽകുന്നില്ല എന്നാണ്. ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ പത്രങ്ങളിൽ വന്നത് വ്യക്തിഗതമായി, അതായത് കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ട് ഒരു അറ്റൻഷൻ കിട്ടേണ്ടതുണ്ട്. 2012 മാർച്ച് 21 ജയ്പൂരിലുള്ള ഒരു പത്രത്തിൽ വന്നു. ശ്രീ രവിശങ്കർ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, എപ്പോഴും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നക്സലൈറ്റ് ആവുന്നതെന്ന്. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അങ്ങനെ പോകില്ലെന്നും പറഞ്ഞു. അതെ, ഇത് സത്യം തന്നെയാണ്. എല്ലാ കുട്ടികളും ഒരിക്കലും അവിടെ നക്സലൈറ്റ് ആവുന്നില്ല. പക്ഷേ ഏതൊക്കെ കുട്ടികളാണോ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്, അവരിൽ ചിലരെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ സ്കൂളൊക്കെ അങ്ങ് പ്രൈവറ്റ് ആക്കിയാലോ? അങ്ങനെയല്ല. സർക്കാർ സ്കൂളുകളിൽ പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് വേണം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ. ഇത് ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് നിങ്ങൾ ഇതൊരു ജോലിയായിട്ട് മാത്രം കാണരുത്. ഇതൊരു പവിത്രമായ കാര്യമാണ്. ആ ഒരു രീതിയിൽ നിങ്ങളത് കാണണം. അങ്ങനെ ഞാൻ പറഞ്ഞുള്ളൂ. അതെല്ലാവരോടും കൂടി പറഞ്ഞതാണ്. താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ച്. അവർ 5 കോടി താങ്കൾക്കെതിരായിട്ട് ഫൈൻ ഇട്ടപ്പോൾ അത് കെട്ടില്ലെന്ന് താങ്കൾ പറഞ്ഞു. അതൊരിക്കലും ഒരു ഫൈനല്ല, അതൊരു ഡെപ്പോസിറ്റ് ആണ്. ആ കാര്യം ഞാൻ ഇവിടെയും ആവർത്തിച്ച് പറയും. ആരാണോ തെറ്റ് പ്രവർത്തിക്കുന്നത് അവർക്ക് മേലെയാണ് ഫൈൻ ഇടേണ്ടത്. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന രീതിയിലാണ് ആ തുക വാങ്ങിയിരിക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ആയാൽ ആ തുക അവർ തന്നെ വയ്ക്കും, അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടും. ഇതൊരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആണ്. പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് ശരദ് യാദവ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ശ്രീ രവിശങ്കറിനെ ജയിലിലിടണമെന്നാണ്. നിങ്ങൾ നോക്കൂ, മറ്റുള്ളവരുടെ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊളിറ്റിക്കൽ അജണ്ടകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാരണവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പക്ഷേ ഇത് സത്യമാണോ? NDTV താങ്കളുടെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് യമുനാ നദിയിൽ ധാരാളം ചവറുകൾ ഇട്ടതായിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ മരം നടുവെന്ന് താങ്കൾ പറഞ്ഞു, പക്ഷെ ഒന്നുപോലും നട്ടില്ല. നമ്മളിപ്പോൾ നോക്കിയാൽ ഇവിടെ എത്ര വലിയൊരു പ്രോഗ്രാമാണ് നടന്നിരിക്കുന്നത്. സ്റ്റേജ് ഡിസ്മാൻഡിൽ ചെയ്ത സമയത്ത് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ പുല്ല് അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ഗ്രീനറിക്ക് ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
ഇതുപോലെ ഒരുപാട് വ്യാജ കുറ്റാരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊന്നും ഓർത്ത് നമുക്ക് ദുഃഖിച്ചിരിക്കാൻ സമയമില്ല. ഞങ്ങളുടെ പ്രോഗ്രാം പോലെ ലോകത്ത് വേറെ ആരും പ്രോഗ്രാം നടത്തുന്നില്ല. എല്ലാ രാജ്യങ്ങളും ഈ പ്രോഗ്രാമിനെ പ്രശംസിക്കുന്നുണ്ട്. അപ്പോ ഡൽഹിയുടെ GDP ദിവസം തോറും 45% കൂടുകയാണ്. പിന്നെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതകരമായ ഈവന്റ് ആയിരുന്നു. ഇതൊരു ഉത്സവം പോലെയായിരുന്നു. അതിനെപ്പറ്റി ലോകം മുഴുവൻ ഇന്ന് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരിട്ട് വന്ന് പലരും ഞങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ഞാൻ ആ പ്രോഗ്രാമുകൾ കണ്ടിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും അതിന്റെ പ്രശംസ താങ്കൾക്ക് ലഭിക്കും. അതുപോലെ അർജന്റീനയിലും താങ്കൾ വലിയൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതെ, വലിയ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതും ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ. അത് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ്. അതിൽ ഒരടി പോലും നമുക്ക് കുഴിക്കേണ്ടി വന്നിട്ടില്ല. മേലെ നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് സ്റ്റേജ് ഉണ്ട്. പിന്നെ 40,000 ആർട്ടിസ്റ്റുകൾ, അവരെല്ലാവരും ഒന്നിച്ച് സ്റ്റേജിൽ പെർഫോമൻസുകൾ നടത്തി. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ നടന്നതായിട്ട് പക്ഷെ അതുകൊണ്ട് കേട്ടിട്ടുണ്ടോ? പ്രകൃതിക്ക് ദോഷം സംഭവിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നല്ലോ. അതായത് എൻവയോൺമെന്റിന് നാശം സംഭവിക്കുമെന്ന്. പ്രകൃതിക്ക് എന്ത് നാശമാണ്? ഞങ്ങൾ അവരോട് ചോദിച്ചത് എന്ത് നാശമാണ് സംഭവിച്ചത് എന്നാണ്. അവർ പറഞ്ഞത് ഇതിന് മുന്നേയുള്ള അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല, ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെയാണ്. ഇതാണ് അവർ തന്ന റിപ്പോർട്ട്. പിന്നെ മൂന്നാമത്തെ റിപ്പോർട്ട് നോക്കിയാൽ അത് NTTയുടെ റിപ്പോർട്ടാണ്. അതിൽ നോക്കുകയാണെങ്കിൽ അവരുടെ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു റിപ്പോർട്ട് വന്നു, നോ ഡാമേജ് ഹാസ് ബീൻ ഫൗണ്ട്, അതായത് ഒരു ഡാമേജും നടന്നിട്ടില്ല എന്ന്. പക്ഷെ ഇത് സത്യമല്ലേ? താങ്കൾ യമുന നദി ശുദ്ധമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡൽഹി, നമ്മുടെ ജമുന, അതിൽ ഞങ്ങളുടെ എത്രയോ വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. 500 ടൺ വേസ്റ്റുകൾ, അതായത് ഗാർബേജുകൾ, ബ്ലാങ്കറ്റ്സ്, ജർക്കിനുകൾ, ഷൂസ് എല്ലാം ഞങ്ങൾ ക്ലീനാക്കി. ജമുന നദിയിലെ ജലം ശുദ്ധിയാക്കുക എന്നത് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മാത്രം കടമയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ഏകദേശം 55 മില്യൺ ട്രീകൾ നട്ടിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം, ഇന്ത്യ മുഴുവനും. പക്ഷെ ഡൽഹിയുടെ സാഹചര്യം വളരെ മോശമാണ്. പുഴക്കാറ്റ് കാരണം വിഷമയമായി. അതായത് ഇപ്പോൾ ഡൽഹിയുടെ അവസ്ഥ നോക്കിയാൽ ജമുന നദിയിലെ ജലം ഇപ്പോൾ മുന്നത്തേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയണം. എപ്പോഴൊക്കെയാണോ STP, അതായത് ദ സിസ്റ്റം എപ്പോഴാണോ മാറാൻ തുടങ്ങിയത്. പക്ഷേ എന്നാലും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ യുവാക്കളോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് മരങ്ങൾ നടണം. എല്ലാ സ്ഥലങ്ങളിലും പോയി നിങ്ങൾ വൃത്തിയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കണം. അപ്പൊ